ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വീണ്ടും വരികയാണ്. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിൽ ദ്വാരപാലക പാളികൾ വീണ്ടും ഇളക്കും. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചുള്ള SITയുടെ ശാസ്ത്രീയ പരിശോധന തിങ്കളാഴ്ചയായിരിക്കും നടക്കുക. അതിനിടെ 2 തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതെയിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഒന്ന് ഈ ദ്വാരപാലക പാളി വീണ്ടും ഇളക്കും എന്നുള്ളതാണ്. കോടതി നിർദ്ദേശമാണ്. അത് ഏത് തരത്തിലായിരിക്കും മുന്നിലേക്ക് പോകുന്നത്? മറ്റൊന്ന് പത്മകുമാറാണ്. ഇതുവരെയും പത്മകുമാർ SITക്ക് മുന്നിൽ പോലും ഹാജരായിട്ടില്ല. അറസ്റ്റ് പേടിച്ചാകാം എന്ന് പോലും നമ്മൾ പറയുമ്പോഴും ഇനി ഹാജരായില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുമെന്നുള്ള തീരുമാനം SIT എടുത്തു കഴിഞ്ഞോ? പൂജ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിലെ ദ്വാരപാലക പാളികൾ വീണ്ടും ഇളക്കി പരിശോധിക്കും എന്നുള്ളതാണ്. ശബരിമല സന്നിധാനത്ത് ഈ ഉരുപ്പടികൾ സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധന നടത്താൻ SITക്ക് കഴിഞ്ഞ തവണ ഉത്തരവിലൂടെ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച, അതായത് മണ്ഡലകാലം ആരംഭിക്കുന്ന വൃശ്ചികം 1-ാം തീയതി അതായത് തിങ്കളാഴ്ച ഈ പരിശോധന നടത്താൻ SIT തീരുമാനിച്ചിരിക്കുന്നത്. ദ്വാരപാലക പാളികൾ കഴിഞ്ഞ മാസമാണ് ആ ദ്വാരപാലക പാളികൾ അവിടെ വീണ്ടും പ്രതിഷ്ഠിച്ചത്. അതായത് 2025-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് വീണ്ടും കൊണ്ടുവന്ന ദ്വാരപാലക പാളികൾ ഈ വിവാദത്തിനിടെ അത് വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് വീണ്ടും ഇളക്കി പരിശോധിക്കാനാണ് SIT ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ദ്വാരപാലക പാളികൾ, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവശം കൊടുത്തുവിട്ട കട്ടളപ്പാളികൾ, അതിനൊപ്പം തന്നെ തൂണുകളിലെ ഒട്ടിച്ചിരിക്കുന്ന പാളികൾ, ഇതെല്ലാം വിശദമായി ശാസ്ത്രീയ പരിശോധന നടത്താനാണ് SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ 98-ൽ ഗോൾഡ് ക്ലാഡ് ചെയ്ത ഉരുപ്പടികൾ കൂടി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന തിങ്കളാഴ്ച നടത്താൻ SIT തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ദ്വാരപാലക പാളികൾ ഒരിക്കൽ കൂടി ഇളക്കി ശാസ്ത്രീയമായ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്.